Hi friends, welcome to Sahakari Race Plus. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് വേരിയബിൾസ് ആൻഡ് എക്സ്പ്രഷൻസ് ആണ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഓവർവ്യൂവിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചു. അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്താണ് ജാവാസ്ക്രിപ്റ്റ് വേരിയബിൾസ്, എക്സ്പ്രഷൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് ഫാക്റ്റുകളും കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്യാം. ജാവാസ്ക്രിപ്റ്റ് വേരിയബിൾസ് എന്താണെന്നുള്ളത് നമുക്കൊരു ധാരണ കിട്ടി. ആധികാരികമായിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. വേരിയബിൾസ് ആർ യൂസ്ഡ് ടു സ്റ്റോർ ഡേറ്റ ഇൻ ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിനകത്ത് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡാറ്റ അസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റോറേജ് ലൊക്കേഷൻ ആണെന്ന് പറയുന്നത് വേരിയബിൾസ് എന്ന് പറയുന്നത് കേട്ടോ. വേരിയബിൾസ് എന്ന് പറയുന്നത് മനസ്സിലാക്കുക. അപ്പോൾ വാട്ട് ഈസ് വേരിയബിൾസ് എന്ന് ചോദിച്ചാൽ പറയുക വേരിയബിൾസ് ആർ ദ സ്റ്റോറേജ് ലൊക്കേഷൻ. വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റോറേജ് ലൊക്കേഷൻ ആണ് അല്ലേ. വേരിയബിൾസ് ആർ യൂസ് ടു സ്റ്റോർ റീയൂസബിൾ വാല്യൂസ്. ഒന്നിലധികം തവണ ഉപയോഗിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള വാല്യൂസിനെ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ്, ഒരു സ്റ്റോറേജ് ലൊക്കേഷൻ കൂടിയാണ് എന്തെന്ന് പറയുന്നത് വേരിയബിൾസ് എന്ന് പറയുന്നത് അല്ലേ. മനസ്സിലാക്കുക. ദ വാല്യൂസ് ഓഫ് ദ വേരിയബിൾസ് ആർ അലോക്കേറ്റഡ് യൂസിങ് ദ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അതായത് വാല്യൂസിനെ എങ്ങനെയാണ് ഒരു വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, അതായത് ഈക്വൽ ടു സിമ്പൽ ഉപയോഗിച്ചിട്ടാണ് വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? എക്സ് എന്ന് പറയുന്ന വേരിയബിളിനകത്താണ്. ഒരു പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്ക് വിവിധ തരത്തിലുള്ള ഓപ്പറേഷൻസ് നമുക്ക് അതിനകത്ത് പെർഫോം ചെയ്യണം. ഈ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ വാല്യൂസിനെ നിർബന്ധമായിട്ട് ഒരു പർട്ടിക്കുലർ മെമ്മറി ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിരിക്കണം. അതിനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഓരോരുത്തരും എന്താണ്? വാല്യൂസ് ആണ്. നിങ്ങളൊക്കെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് ചെന്ന് സ്റ്റോർ ആവുന്നത് എവിടെയാണ്? നിങ്ങളുടെ വീട്ടിലാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ പല ഓപ്പറേഷൻസും പെർഫോം ചെയ്യാനായിട്ട് പോകുന്നത്. വീട് അല്ലെങ്കിൽ നമുക്കൊരു താമസ സ്ഥലം ഉണ്ടാകും. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫൈനലി ചെന്ന് സ്റ്റോർ ആവുന്നത് അല്ലേ. ഒരു ദിവസത്തെ ദൈനംദിന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് നമ്മൾ ചെന്ന് സ്റ്റോർ ആവുന്നത്. അതുപോലെ തന്നെ വാല്യൂസിന് കയറി ഇരിക്കാൻ ഒരു സ്ഥലം വേണം. ആ സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ഇപ്പോൾ നിങ്ങൾ ബോർഡിൽ കാണുന്നുണ്ട് എക്സ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 എന്ന് പറയുന്ന ആ ഒരു വാല്യൂവിനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എക്സ് എന്ന് പറയുന്ന വേരിയബിളിനുള്ളിലാണെന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജാവാസ്ക്രിപ്റ്റ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ജാവാസ്ക്രിപ്റ്റ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ഈ ഈക്വൽ ടു സിമ്പിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. വിച്ച് അസൈൻസ് ദ വാല്യൂ ഓഫ് ദ റൈറ്റ് ഹാൻഡ് ഓപ്പറാൻഡ് ഇറ്റ്സ് ലെഫ്റ്റ് ഹാൻഡ് ഓപ്പറാൻഡ് y ഈക്വൽ ടു 10. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് ഈ റൈറ്റ് ഹാൻഡ് ഓപ്പറാൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള വാല്യൂ, ഈ വാല്യൂവിനെ എന്ത് ചെയ്യുകയാണ്? ലെഫ്റ്റ് ഹാൻഡ് ഓപ്പറാൻഡായ y എന്ന് പറയുന്ന വേരിയബിളിനുള്ളിലേക്ക് എന്ത് ചെയ്യുകയാണ്? സ്റ്റോർ ചെയ്യുകയാണ്. y ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ 10 എന്ന് പറയുന്ന വാല്യൂവിനെ y എന്ന് പറയുന്ന വേരിയബിളിനകത്ത് എന്ത് ചെയ്യുകയാണ്? സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ദെൻ ജാവാസ്ക്രിപ്റ്റ് ഐഡൻറ്റിഫൈസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ജാവാസ്ക്രിപ്റ്റ് വേരിയബിൾസ് മസ്റ്റ് ഹാവ് യുണീക്ക് നെയിംസ്. ദീസ് നെയിംസ് ആർ കാൾഡ് ഐഡൻറ്റിഫയേഴ്സ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് വേരിയബിളിന് യുണീക്കായിട്ടുള്ള ഒരു പേരുണ്ടാവണം. അപ്പോൾ ആ ഒരു വേരിയബിളിനെ തിരിച്ചറിയാനായിട്ട് നമ്മൾ കൊടുക്കുന്ന പേരിനെയാണ് ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് കേട്ടോ. ഒരു വേരിയബിളിൻ്റെ പേര് കൊടുക്കാനായിട്ട് ചില റൂളുകളുണ്ട്, ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ എന്തൊക്കെയാണ്? ദീസ് ആർ കേസ് സെൻസിറ്റീവ്. ഒരു വേരിയബിളിന് നമ്മൾ പേര് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിഫയർ കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന പേര് കേസ് സെൻസിറ്റീവാണ്. അതായത് ക്യാപിറ്റൽ ലെറ്ററിൽ ഞാൻ എക്സ് എഴുതി, സ്മോൾ ലെറ്ററിലും എക്സ് എഴുതിയാൽ ഇത് രണ്ടും സെയിം അല്ല, രണ്ടും രണ്ടാണ് കേട്ടോ. രണ്ടായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ട്രീറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ വാർ എക്സ് എന്നും പറഞ്ഞിട്ട് എഴുതിയിട്ട് താഴെ കൊണ്ടുവന്ന് എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം വർക്കാവില്ല. പ്രോഗ്രാം എന്താവും? എററാവും. കാരണം എന്താ? അവിടെ വേരിയബിളിൻ്റെ നെയിം കേസ് സെൻസിറ്റീവ് ആണ്. സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും മാറ്റി കൊടുക്കാൻ കഴിയില്ല. ദെൻ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ക്യാൻ ഓൺലി ബിഗിൻ വിത്ത് എ ലെറ്റർ, അണ്ടർസ്കോർ ഓർ ഡോളർ സിമ്പൽ. ഒരു വേരിയബിളിൻ്റെ പേര് ഒന്നുകിൽ ഒരു ആൽഫബറ്റിക് ലെറ്ററിലെ ആരംഭിക്കാവൂ, അല്ലെങ്കിൽ ഒരു അണ്ടർസ്കോറിൽ ആരംഭിക്കണം, അല്ലെങ്കിൽ ഡോളർ സിമ്പലിൽ ആരംഭിക്കണം. അതല്ലാതെ ഒരു ന്യൂമറിക് ഡിജിറ്റിലോ സ്പെഷ്യൽ സിമ്പലുകളായ അൾട്ടറേറ്റ്, ഹാഷ്, എക്സ്ക്ലമേഷൻ മാർക്ക്, സെമികോളൻ, കോളൻ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എന്ത് ചെയ്യില്ല? ഒരു വേരിയബിൾ നെയിമിനകത്ത് സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ. ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ ലെറ്റേഴ്സ്, നമ്പേഴ്സ്, അണ്ടർസ്കോർ ഓർ ഡോളർ സിമ്പൽ. ഒരു വേരിയബിളിന് പേര് കൊടുക്കുമ്പോൾ അതിനകത്ത് ഒന്നുകിൽ ലെറ്റേഴ്സ്, അല്ലെങ്കിൽ നമ്പറുകൾ, അല്ലെങ്കിൽ അണ്ടർസ്കോർ, അല്ലെങ്കിൽ ഡോളർ സിമ്പൽ, ഇത്രയുമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇപ്പോൾ ഇവിടെ ഡോളർ മൈ അണ്ടർസ്കോർ നെയിം 20 എന്ന് പറഞ്ഞാൽ വാലിഡ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിഫയർ തന്നെയാണ്, അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഒരു വേരിയബിൾ നെയിം തന്നെയാണ് കേട്ടോ. മനസ്സിലാക്കുക. കാരണം ഒരു നമ്പർ കൊടുക്കാം,
അതുപോലെ തന്നെ ലെറ്റേഴ്സ് കൊടുക്കാം, അണ്ടർസ്കോർ കൊടുക്കാം, ഡോളർ സിമ്പലും കൊടുക്കാം. മറിച്ചിപ്പോൾ 20 മൈ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാലിഡ് അല്ല, അത് തെറ്റാണ്. കാരണം നമ്മൾ അതിൻ്റെ റൂൾ പഠിക്കുമ്പോൾ തന്നെ പഠിച്ചു, ഒരു ലെറ്ററിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വേരിയബിൾ നെയിം ആരംഭിക്കുവാൻ പാടുള്ളൂ കേട്ടോ. എ വേരിയബിൾ നെയിം കനോട്ട് ബി എ റിസർവ്ഡ് കീവേഡ്. ജാവാസ്ക്രിപ്റ്റിനകത്ത് അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളായാലും ഒരുപാട് റിസർവ്ഡ് കീവേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവ്ഡ് വാക്കുകളാണ്, വേർഡ്സ് ആണ്. ഒരു നിശ്ചിത പർപ്പസിന് വേണ്ടിയിട്ട് എഴുതി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വാക്കുകളാണ്. ഒരു സാധാരണ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാൽ 10, 30, 32 കീവേഡുകളുണ്ടാവും. അപ്പോൾ ഈ കീവേഡ്സ് അല്ലെ കീവേഡ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളൊന്നും എടുത്ത് വേരിയബിൾ നെയിമായിട്ട് ഡിക്ലെയർ ചെയ്യരുത്, അത് വർക്കാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. ജാവാസ്ക്രിപ്റ്റ് ഈസ് എ ഡൈനാമിക്കലി ടൈപ്പ്ഡ് ലാംഗ്വേജ്. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനാമിക്കലി ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്, സ്റ്റാറ്റിക്കലി ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ലാംഗ്വേജ് അല്ല. സോ ദ ടൈപ്പ് ഓഫ് വേരിയബിൾസ് ഈസ് ഡിസൈഡഡ് അറ്റ് റൺ ടൈം. അതുകൊണ്ട് തന്നെ വേരിയബിളിൻ്റെ തരത്തിനെ പ്രോഗ്രാമിൻ്റെ റൺ ടൈം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈഡ് ചെയ്യാം കേട്ടോ. പ്രോഗ്രാം വർക്കായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് വാല്യൂസിനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. Therefore, there is no need to explicitly define the type of variable. അതുകൊണ്ട് തന്നെ ഓരോ വേരിയബിളിൻ്റെയും ടൈപ്പ് ഡെഫിനിറ്റ് ആയിട്ട് പറയണമെന്ന് ആവശ്യമൊന്നുമില്ല. We can declare variables in JavaScript in 4 ways. നമുക്ക് ജാവാസ്ക്രിപ്റ്റിനകത്ത് 4 തരത്തിൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ നമ്പർ 1 എന്താണ്, ഓട്ടോമാറ്റിക്കലി ഡിക്ലെയർ ചെയ്യാം. നമ്പർ 2 യൂസിങ് വാർ കീവേഡ് ഉപയോഗിച്ച് നമുക്ക് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ലെറ്റ് കീവേഡ് ഉപയോഗിച്ച് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. കോൺസ്റ്റ് വേരിയബിൾ കീവേഡ് ഉപയോഗിച്ച് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഈ ഓരോ വഴികൾക്കും അല്ലെങ്കിൽ ഓരോ വേസിനും ഓരോ ആവശ്യമാണുള്ളത്. ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ വാർ കീവേഡ് ഉപയോഗിച്ച് വേരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്യുന്നത് എന്തിനാണ്, ലെറ്റ് ഉപയോഗിച്ച് ഡിക്ലെയർ ചെയ്യുന്നത് എന്തിനാണ്, കോൺസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് എന്തിനാണ്, ഓരോന്നിനും ഓരോരോ പർപ്പസ് ആണുള്ളത്. അതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം കേട്ടോ. ദെൻ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഓട്ടോമാറ്റിക്കലി വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഇൻ ദിസ് ഫസ്റ്റ് എക്സാമ്പിൾ എക്സ് വൈ ഇസഡ് ആർ അൺഡിക്ലെയർഡ് വേരിയബിൾസ്. അതായത് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് അൺഡിക്ലെയർഡ് വേരിയബിൾസ് ആണ്, നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല. വെറുതെ എന്താണ് ഒരു ആ എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞ പേര് കൊടുത്തു. ദേ ആർ ഓട്ടോമാറ്റിക്കലി ഡിക്ലെയർഡ് വെൻ ഫസ്റ്റ് യൂസ്ഡ്. നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇവയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഓട്ടോമാറ്റിക്കലി ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ എക്സാമ്പിൾ നോക്കിക്കേ, എക്സ് ഈക്വൽ ടു 5. എക്സ് എന്ന് പറയുന്ന വേരിയബിളിനകത്ത് 5 എന്ത് ചെയ്തു, 5 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ അസൈൻ ചെയ്തു. വൈ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് 6 എന്ത് ചെയ്തു, അസൈൻ ചെയ്തു. ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് 5. ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സും വൈയും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ റിസൾട്ടായ എക്സ് പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 5 + 6 ആണ്. അതിൻ്റെ റിസൾട്ടായ 11 എന്ത് ചെയ്യണം, ഇസഡിനകത്ത് നമുക്ക് സേവ് ചെയ്യണം. അതാണ് നമ്മുടെ ആവശ്യം. ഫ്രം ദ എക്സാമ്പിൾ യു ക്യാൻ ഗസ് എക്സ് സ്റ്റോർസ് വാല്യൂ 5, വൈ സ്റ്റോർസ് വാല്യൂ 6, ഇസഡ് സ്റ്റോർസ് ദ വാല്യൂ 11. ഞാൻ പറഞ്ഞ കാര്യം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു പ്രത്യേകിച്ച് കീവേഡൊന്നും കൊടുക്കാതെ എന്ത് ചെയ്യുന്നത്, വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. നമ്മൾ ആദ്യമായിട്ട് ഒറ്റ തവണ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. പരീക്ഷയ്ക്ക് ഇപ്പോൾ ചോദിക്കാം, ഇത് എന്ത് തരത്തിലുള്ള വേരിയബിൾ ഡിക്ലറേഷൻ ആണ് എന്ന് ചോദിച്ചാൽ പറയുക ഓട്ടോമാറ്റിക്കൽ വേരിയബിൾ ഡിക്ലറേഷൻ ആണ് എന്ന് പറയുക. ഇനി നമുക്ക് വാർ കീവേഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റ് കീവേഡുകൾ ഉപയോഗിച്ചിട്ടുള്ള വേരിയബിൾ ഡിക്ലറേഷൻ എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതും കൂടി പഠിക്കാം. അടുത്തത് എക്സാമ്പിൾ യൂസിങ് വാർ. ഇവിടെ വാർ എക്സ് ഈക്വൽ ടു 5. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വേരിയബിൾ നെയിം ആണ്. വാർ എന്ന് പറഞ്ഞാൽ കീവേഡാണ്. വാർ എക്സ് ഈക്വൽ ടു 5, വാർ വൈ ഈക്വൽ ടു 6, വാർ ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഇൻ ദിസ് എക്സാമ്പിൾ വി ഡിക്ലെയർ എ ഗ്ലോബൽ വേരിയബിൾ. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ, ഗ്ലോബൽ വേരിയബിൾ ആൻഡ് ആക്സസ് ഇറ്റ് എനിവെയർ ഇൻസൈഡ് ദ പ്രോഗ്രാം. ഈ വാർ എന്ന് പറയുന്ന കീവേഡ് എന്തിനാണ് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാർ കീവേഡ് ഉപയോഗിച്ചിട്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എൻ്റയർ ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമിനകത്ത് എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ആ ഒരു വേരിയബിളിനകത്തുള്ള വാല്യൂവിനെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ആ ഒരു ഫുൾ പ്രോഗ്രാം ഒരു ടോപ്പ് ഡൗൺ ഫാഷനിൽ 100 1000 സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് ലൈനുകളായിട്ട് പ്രോഗ്രാം എഴുതിയാലും ആ പ്രോഗ്രാമിൻ്റെ ഏത് ഭാഗത്ത് വെച്ച് വേണമെങ്കിലും നമുക്ക് അതിനകത്തുള്ള വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഗ്ലോബൽ വേരിയബിൾ ആണ് കേട്ടോ. വാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്ലോബൽ വേരിയബിൾ ആണ്. ഗ്ലോബലി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. പ്രോഗ്രാമിൻ്റെ എല്ലാ ഭാഗത്ത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അതാണ് വാർ കീവേഡിൻ്റെ പ്രത്യേകത, വാർ കീവേഡ് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്താലുള്ള പ്രത്യേകത. ഇനി നമുക്ക് ലെറ്റിൻ്റെ ഉപയോഗം നമുക്ക് നോക്കാം. ലെറ്റ് കീവേഡ് ഉപയോഗിച്ച് വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ലെറ്റ് എക്സ് ഈക്വൽ ടു 5, വൈ ഈക്വൽ ടു 6, ലെറ്റ് ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ.
The let keyword in JavaScript is used to make a variable that are scoped to the block. അതാ ഇതിവിടെ ശ്രദ്ധിക്കുക. That are scoped to the block they are declared in. അതായത് നമ്മൾ ഏത് ബ്ലോക്ക് ഓഫ് കോഡിനകത്താണോ ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ആ ബ്ലോക്കിനകത്ത് മാത്രമേ ലെറ്റ് കീവേഡ് ഉപയോഗിച്ചിട്ടുള്ള വേരിയബിൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ആ വേരിയബിളിനകത്തുള്ള വാല്യൂ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് ആ പ്രോഗ്രാമിൻ്റെ മുഴുവൻ ഭാഗത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ആക്സസ് ചെയ്യാനായിട്ട് കഴിയില്ല. Once you have used the let to define a variable, you cannot declare it again within the same block. ഒരു തവണ ലെറ്റ് കീവേഡ് ഉപയോഗിച്ച് വേരിയബിൾ നമ്മളൊരു ബ്ലോക്കിനകത്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ആ സെയിം ബ്ലോക്കിനകത്ത് എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇതിനെ ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതാണ് ലെറ്റിൻ്റെ പ്രത്യേകത. അതായത് ഒരു ബ്ലോക്ക് ഓഫ് കോഡിനകത്ത് നിന്നുകൊണ്ട് മാത്രം ആക്സസ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുവാൻ കഴിയുന്ന വേരിയബിൾസിനെയാണ് വേരിയബിൾസ് ഡിക്ലറേഷനെയാണ് ലെറ്റ് കീവേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതാണ് അവിടെ സ്കോപ്ഡ് ടു ബ്ലോക്ക് എന്ന് എടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇത് നന്നായിട്ട് പഠിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. വേണ്ടി വന്നാൽ പ്രസ്താവന തരത്തിൽ ചോദിക്കാം. തെറ്റായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് കാര്യം മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അടുത്തത് കോൺസ്റ്റ്. എക്സാമ്പിൾ യൂസിങ് കോൺസ്റ്റ് y ഈക്വൽ ടു 6, കോൺസ്റ്റ് z ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഇവിടെ കോൺസ്റ്റ് എക്സ് ഈക്വൽ ടു 5 എന്ന് ഡിക്ലെയർ ചെയ്യാം. ഓക്കെ. The const keyword in JavaScript is used to define a variables that cannot be changed once they are assigned to a value. അതായത് ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത്. കോൺസ്റ്റ് കീവേഡ് ഉപയോഗിച്ച് ഒരു വേരിയബിളിനകത്ത് ഒരു വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂസിനെ പിന്നീട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദിസ് പ്രിവെൻറ്റ്സ് എനി മോഡിഫിക്കേഷൻസ് ടു ദ വേരിയബിൾ വാല്യൂസ്. അതായത് വേരിയബിൾ വാല്യൂസിനകത്ത് പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാരണം എന്താണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വേരിയബിളിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാനാണ് കോൺസ്റ്റ് കീവേഡ് എന്ത് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എക്സിനകത്തുള്ള വാല്യൂ 5ഉം വൈനകത്തുള്ള വാല്യൂ 6ഉം ഇസഡിനകത്ത് കിടക്കുന്ന വാല്യൂ 11ഉം ആണെങ്കിൽ ഇതൊരിക്കലും എന്ത് ചെയ്യില്ല, മാറില്ല. അത് അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെ കിടക്കുന്നുണ്ടാവും. അത് മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്പ്രഷൻസ് ആണ്. എന്താണ്? ഇൻ ജാവാസ്ക്രിപ്റ്റ് എക്സ്പ്രഷൻസ് ആർ സ്നിപ്പെറ്റ്സ് ഓഫ് കോഡ് ദാറ്റ് എവാലുവേറ്റ് ടു എ വാല്യൂ. എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡാണ്. ഒരു വാല്യൂ എവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെറ്റ് ഓഫ് കോഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ഹൗ എക്സ്പ്രഷൻസ് വർക്ക് ഈസ് ക്രൂഷ്യൽ ഫോർ റൈറ്റിംഗ് എഫക്റ്റീവ് ജാവാസ്ക്രിപ്റ്റ് കോഡ്. അപ്പം ഈ എക്സ്പ്രഷൻസ് എങ്ങനെ എഴുതാം എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ജാവാസ്ക്രിപ്റ്റ് കോഡ് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, എഴുതി ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ കുറേ തരത്തിലുള്ള എക്സ്പ്രഷൻസ് ഉണ്ട്. ഈ ഓരോ എക്സ്പ്രഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ചെറിയൊരു കുഞ്ഞു കോഡാണ്, ബ്ലോക്ക് ഓഫ് കോഡ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്നിപ്പറ്റ് ഓഫ് കോഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറയാം. ലിറ്ററൽ എക്സ്പ്രഷൻസ്. ദീസ് ആർ എക്സ്പ്രഷൻസ് വേർ ദ വാല്യൂ ഈസ് ഡയറക്ട്ലി പ്രൊവൈഡഡ്. വാല്യൂസിനെ ഡയറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എക്സ്പ്രഷൻസിനെ നമുക്ക് എന്താണെന്ന് പറയാം, ലിറ്ററൽ എക്സ്പ്രഷൻസ് എന്ന് പറയാം. സ്ട്രിങ് ലിറ്ററൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഹലോ വേൾഡ്, ജാവാസ്ക്രിപ്റ്റ്, ഇവിടെ എല്ലാം വാല്യൂസിനെ ഡയറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്, പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്, കൊടുത്തിരിക്കുകയാണ്. അല്ല അവിടെ വേറെ വേരിയബിൾസ് ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇത്തരത്തിലുള്ള സംഗതികളെയാണ് ലിറ്ററൽ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ന്യൂമറിക്കൽ ലിറ്ററൽസിനെ നോക്കിയേ, 42, 3.14, ഇത് ന്യൂമറിക്കൽ ലിറ്ററൽസ് ആണ് കേട്ടോ. ദെൻ ബൂളിയൻ ലിറ്ററൽസ്. ബൂളിയൻ ലിറ്ററൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ബൂളിയൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ള കണ്ടീഷൻ. അരേ ലിറ്ററൽസ്, ഇത് അരേ നമുക്ക് പിന്നീട് പഠിക്കാം. ഒബ്ജക്റ്റ് ലിറ്ററൽസ്, ഇതൊരു ഒബ്ജക്റ്റ് ആണ്, അതായത് നെയിം, ഏജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നൾ ലിറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നള്ളാണ്, 0 ആണ്. അൺഡിഫൈൻഡ് ലിറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഡിഫൈൻഡ്. ദെൻ ലെറ്റ് str ഈക്വൽ ടു ഹലോ വേൾഡ് എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, ഒരു സ്ട്രിങ് ലിറ്ററൽ ആണ്. ലെറ്റ് നം ഈക്വൽ ടു 42 എന്ന് പറഞ്ഞാൽ ന്യൂമറിക് ലിറ്ററൽ ആണ്. ലെറ്റ് ഈസ് ട്രൂ ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞാൽ ബൂളിയൻ ലിറ്ററൽ ആണ്. ലെറ്റ് അറേ ഈക്വൽ ടു 1, 2, 3 എന്ന് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് അറേ ലിറ്ററൽ ആണ്. ലെറ്റ് ഒബ്ജക്റ്റ് ഈക്വൽ ടു 2 ബ്രേസുകൾക്കിടയിലായിട്ട് നെയിം, ഏജ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഒബ്ജക്റ്റ് ലിറ്ററൽ എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് പറയാം. ഇപ്പോൾ ലിറ്ററൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, വാല്യൂസിനെ ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മറ്റ് സംഗതികളൊന്നും ഇല്ലാതെ തന്നെ വാല്യൂസിനെ ഡയറക്റ്റായിട്ട് കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം, ലിറ്ററൽസ് എന്ന് എന്ത് ചെയ്യാം, പറയാം കേട്ടോ. ലിറ്ററൽസ് എന്ന് പറയാം, അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് എന്ന് എന്ത് ചെയ്യാം നമുക്ക് പറയാം. ലിറ്ററൽ എക്സ്പ്രഷൻസ് എന്ന് എന്ത് ചെയ്യാം നമുക്ക് പറയാം. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് അർത്തമെറ്റിക് എക്സ്പ്രഷൻസ് ആണ്. അർത്തമെറ്റിക് എക്സ്പ്രഷൻസ്. ദീസ് എക്സ്പ്രഷൻസ് പെർഫോം മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ്. അപ്പോൾ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എക്സ്പ്രഷനുകളെയാണ് അർത്തമെറ്റിക് എക്സ്പ്രഷൻസ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്.
അപ്പോൾ അഡീഷൻ ആണെങ്കിൽ എ പ്ലസ് ബി, സബ്ട്രാക്ഷൻ എ മൈനസ് ബി, മൾട്ടിപ്ലിക്കേഷൻ എ സ്റ്റാർ ബി, ഡിവിഷന് എ ബാർ ബി, പിന്നെ മോഡുലസ് ഡിവിഷന് എ പെർസെൻറ്റേജ് ബി. മോഡുലസ് ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൈൻഡർ കിട്ടാനായിട്ട് കേട്ടോ, റിമൈൻഡർ കിട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് മോഡുലസ് എന്ന് പറയുന്നത്. എക്സ്പോണൻഷിയേഷൻ ആണെങ്കിൽ എ സ്റ്റാർ സ്റ്റാർ ബി. അപ്പോൾ ഇതെല്ലാം എന്താണ്? മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സാധാരണ ഒരു ഫോർമുലയെ നമുക്ക് എക്സ്പ്രഷൻ എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറയാം. ലെറ്റ് സം 5 + 3 എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ആൻസർ എത്രയാണ്? 8 ആയിരിക്കും അല്ലേ? ഇതിവിടെ കമാൻഡായിട്ട് കൊടുത്തിരിക്കുകയാണ്, ഔട്ട്പുട്ട് ചുമ്മാ കമാൻഡായിട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ 10 - 4 6, 7 × 2 14, 20 / 4, അതിൻ്റെ കോഷ്യൻ്റായിട്ട് 5 കിട്ടും. പിന്നെ റിമൈൻഡർ 10% 3 എന്ന് പറയുമ്പോഴത്തേക്ക് റിമൈൻഡർ 1 കിട്ടും. അതുപോലെ ലെറ്റ് പവർ 2 എക്സ്പോണൻഷിയേഷൻ 3 എന്ന് പറയുമ്പോഴത്തേക്ക് 8 കിട്ടും അല്ലേ? അതായത് 2 ഇങ്ങനെ ഇതിൻ്റെ അർത്ഥം എന്താണ്? 2 × 2 × 2 ആണ്. അതാണ് 8 എന്ന് പറയാൻ കാരണം കേട്ടോ. ഇവിടെ 10% 3 1 കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 / 3 3 10 എത്ര പ്രാവശ്യം പോകും? 3 3 9. സോ 10 നിന്ന് 9 കുറച്ചാൽ 1. അപ്പോൾ ഈ 1 ആണെന്ന് പറയുന്നത് റിമൈൻഡർ എന്ന് പറയുന്നത്. സോ ആ റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ 10% 3 അല്ലെങ്കിൽ ഈ മോഡുലസ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് അർത്ഥമെറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ദെൻ ഇനി കമ്പാരിഷൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് എക്സ്പ്രഷൻസ് കമ്പയർ വാല്യൂസ് ആൻഡ് റിട്ടേൺ ബൂളിയൻ. അതായത് വാല്യൂസിനെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ശരിയായിട്ടുള്ള ഒരു റിസൾട്ട് കൊടുക്കുക. ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ ആണെന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സ്പ്രഷൻ ആണ് കമ്പാരിഷൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് കാണുന്നത് എന്താണ്? ഈക്വൽ ടുവിനായിട്ട് നമ്മൾ 2 ഈക്വൽ ടു സിമ്പിളാണ് ഇട്ട് കൊടുക്കുന്നത്. ദെൻ സ്ട്രിക്റ്റ് ഈക്വൽ ടു, അതിന് 3 ഈക്വൽ ടു സിമ്പിളുണ്ട്. നോട്ട് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഇവിടെ എ നോട്ട് ഈക്വൽ ടു ബി, എന്ന് പറഞ്ഞാൽ ഒരു ആശ്ചര്യ ചിഹ്നവും ഈക്വൽ ടു കൂടി ഇട്ട് കൊടുക്കും. സ്ട്രിക്റ്റ് നോട്ട് ഈക്വൽ ടു എന്ന് പറയുമ്പോഴത്തേക്ക് സ്ട്രിക്റ്റ് നോട്ട് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? എ എക്സ്ക്ലമേഷൻ മാർക്ക് 2 ഈക്വൽ ടു സിമ്പിൾ ബി, ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇട്ട് കൊടുക്കും. ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സിമ്പിൾ ഇട്ട് കൊടുക്കും. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഈക്വൽ ടു ഇട്ട് കൊടുക്കും. ലെസ് ദാൻ ഈക്വൽ ടു എന്ന് പറയുമ്പോഴത്തേക്ക് ലെസ് ദാൻ സിമ്പിൾ ഈക്വൽ ടു ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതെനിക്ക് പ്രത്യേകിച്ച് കൂടുതൽ ഡിഫൈൻ ചെയ്യാനായിട്ട് ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ബോർഡിൽ നോക്കുമ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. കമ്പാരിഷൻ എക്സ്പ്രഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് വാല്യൂസിനെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കുക, അതിനായിട്ട് യൂസ് ചെയ്യുന്ന എക്സ്പ്രഷനാണ് കമ്പാരിഷൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 2 വാല്യൂസ് തമ്മിൽ ഈക്വൽ ആണോ ചെക്ക് ചെയ്യാനായിട്ട് എന്താ ചെയ്യും? ഈ ഒരു സിമ്പിൾ ഇട്ട് കൊടുക്കും, ഈക്വൽ ടു സിമ്പിൾ ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ സ്ട്രിക്ട്ലി ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഈ 3 ഈക്വൽ ടു ഇട്ട് കൊടുക്കും. നോട്ട് ഈക്വൽ ടു ആണ് എന്നുണ്ടെങ്കിൽ ആണെങ്കിൽ ഇങ്ങനെ, സ്ട്രിക്ട്ലി നോട്ട് ഈക്വൽ ടു ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇത് ഓരോന്നും ഒന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചിരിക്കുക. ഇതാ കണ്ടോ, 5 = 5 ഇത് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ ട്രൂ എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. അതേപോലെ 5 = 5 ഇത് ഈക്വൽ ആണോ? 5 സ്ട്രിക്ട്ലി ഈക്വൽ ആണോ നോക്കിയേ, ഈക്വൽ അല്ല. ഈ 5 എന്ന് പറയുന്നത് എന്താണ്? സ്ട്രിങ് ആണ്. ഈ 5 എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കുമാണ്. സോ അത് ഫോൾസ് ആയിട്ടുള്ള റിസൾട്ട് എന്ത് ചെയ്യും? ഇവിടെ കാണിക്കും. ദെൻ 5 നോട്ട് ഈക്വൽ ടു 3 അത് ട്രൂ ആണ് അല്ലേ? 3ഉം 5ഉം 3ഉം 5ഉം എന്തല്ല? ഈക്വൽ അല്ല. ദെൻ 10 ഈസ് ഗ്രേറ്റർ ദാൻ 5 അതെന്താണ്? ട്രൂ ആണ്. 10 5നേക്കാളും വലുതാണ്. 3 ഈസ് ലെസ് ദാൻ 5 അതും ട്രൂ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പാരിഷൻ എക്സ്പ്രഷൻ കൊടുക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദെൻ ലോജിക്കൽ എക്സ്പ്രഷൻ. ദ എക്സ്പ്രഷൻ യൂസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ടു കമ്പൈൻ ബൂളിയൻ വാല്യൂസ്. അപ്പോൾ ബൂളിയൻ വാല്യൂസ്, അതായത് ഇവിടെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ വിവിധ തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ബൂളിയൻ വാല്യൂസ് കമ്പൈൻ ചെയ്യണം അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യണം. അതിനായിട്ടാണ് നമ്മൾ ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ ലോജിക്കൽ എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്, ഓർ, നോട്ട്, ഇതാണ് ലോജിക്കൽ എക്സ്പ്രഷൻ. അതായത് 2 വാല്യൂസിനെ അല്ലെങ്കിൽ 2 കണ്ടീഷൻസിനെ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ലോജിക്കൽ ആൻഡ് എന്താണെന്ന് നോക്കാം. 2 ആൻഡ് സിമ്പിൾ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ അതെന്താണ്? ആൻഡ് ആണ്. റിട്ടേൺസ് ട്രൂ ഇഫ് ബോത്ത് ഓപ്പറാൻഡ്സ് ആർ ട്രൂ. അതായത് 2 ഓപ്പറാൻഡുകളും ശരിയാണെങ്കിൽ മാത്രമേ ട്രൂ ആയിട്ടുള്ള കണ്ടീഷൻ എന്ത് ചെയ്യുകയുള്ളൂ? ലോജിക്കൽ ആൻഡ് റിട്ടേൺ ചെയ്യുകയുള്ളൂ. ഇനി ലോജിക്കൽ ഓർ എന്താണെന്ന് നോക്കിയേ. റിട്ടേൺസ് ട്രൂ ഇഫ് അറ്റ്ലീസ്റ്റ് 1 ഓപ്പറാൻഡ് ഈസ് ട്രൂ. അതായത് അറ്റ്ലീസ്റ്റ് ഒരു ഓപ്പറാൻഡെങ്കിലും ട്രൂ ആയെങ്കിൽ മാത്രമേ ഇത് എന്ത് ചെയ്യുകയുള്ളൂ? ട്രൂ ആയിട്ടുള്ള വാല്യൂ റിട്ടേൺ ചെയ്യുകയുള്ളൂ. ഇപ്പോൾ ലോജിക്കൽ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂ ട്രൂ ആണെങ്കിൽ ഫോൾസ് ആയിട്ടുള്ള കണ്ടീഷൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഫോൾസ് ആയിട്ട് റിസൾട്ടിൽ വരും. ഫോൾസ് ആണെങ്കിൽ ട്രൂ ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? നമുക്ക് വരുന്നത് കേട്ടോ. ഇൻവേർട്സ് ദ ബൂളിയൻ വാല്യൂ എന്നാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഓക്കെ, അടുത്തത് കണ്ടീഷണൽ എക്സ്പ്രഷൻ ആണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. കണ്ടീഷണൽ എക്സ്പ്രഷൻ.
ദ ടെർണറി ഓപ്പറേറ്റർ പ്രൊവൈഡ്സ് എ ഷോർട്ട് ഹാൻഡ് ഫോർ കണ്ടീഷൻ എക്സ്പ്രഷൻ. അപ്പോൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ റിസൾട്ട് എടുക്കുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ് കണ്ടീഷണൽ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ ലെറ്റ് ഏജ് ഈക്വൽ ടു 18, വയസ്സ് എന്ന് പറയുമ്പോൾ 18ആണ്. ഇവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു 18 വയസ്സ്. ലെറ്റ് ക്യാൻ ഓട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഏജ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18, യെസ്, അല്ലെങ്കിൽ എന്താണ് നോ. അതായത് വയസ്സ് 18 വയസ്സിന് മുകളിലാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ട് ഒരു സ്ട്രിങ് നമ്മൾ കൊടുത്തു യെസ് എന്ന്. വയസ്സ് 18 വയസ്സിന് മുകളിലാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഓട്ട് ചെയ്യാൻ കഴിയും. യെസ് എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഒരു പക്ഷേ വയസ്സ് ഏജ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ പോട്ടെ, ഒരു പക്ഷേ അവിടെ വരുന്ന വയസ്സ് എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള 16 വയസ്സാണ് എന്നുണ്ടെങ്കിൽ നോ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനായിരിക്കും എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ വയസ്സ് ചെക്ക് ചെയ്യും, വയസ്സ് എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഈ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്ട്രിങ് എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഈ കോളം കഴിഞ്ഞിട്ടുള്ള നോ എന്ന് പറയുന്ന സ്ട്രിങ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ എന്താണ്, കണ്ടീഷൻ ചെക്ക് ചെയ്യും കേട്ടോ. ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് കണ്ടീഷണൽ എക്സ്പ്രഷൻസ് എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്, ടെർണറി ഓപ്പറേറ്റർ, ഒരു ക്വസ്റ്റ്യൻ മാർക്കും കോളനും. ദെൻ നെക്സ്റ്റ് അസൈൻമെൻറ്റ് എക്സ്പ്രഷൻസ്. ദീസ് എക്സ്പ്രഷൻസ് അസൈൻ വാല്യൂസ് ടു വേരിയബിൾസ് ആൻഡ് ക്യാൻ ഇൻക്ലൂഡ് ഓപ്പറേഷൻസ്. അതായത് വേരിയബിൾസിനകത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസിനെയാണ് അസൈൻമെൻറ്റ് എക്സ്പ്രഷൻസ് എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇവിടെ സിമ്പിൾ അസൈൻമെൻറ്റ്, സാധാരണ അവർ വെറുതെ ഒരു വാല്യൂ അസൈൻ ചെയ്യാനായിട്ടാണെങ്കിൽ എ ഈക്വൽ ടു ബി, അത് കറക്റ്റാണ്. ദെൻ അഡീഷൻ അസൈൻമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എ പ്ലസ് ഈക്വൽ ടു ബി, ഇതിൻ്റെ അർത്ഥം എ ഈക്വൽ ടു എ പ്ലസ് ബി എന്നാണ്. ദെൻ സബ്ട്രാക്ഷൻ അസൈൻമെൻറ്റ് എ മൈനസ് ഈക്വൽ ടു ബി, ഇതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോഴത്തേക്ക് എ ഈക്വൽ ടു എ മൈനസ് ബി ആണ്. ഇത് എ ഈക്വൽ ടു എ ഇൻറ്റു ബി, ഇവിടെ എ ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ബി, ഇവിടെ എ ഈക്വൽ ടു എ പെർസെൻറ്റേജ് ബി. ഇപ്പോൾ ഞാൻ ഈ സൈഡിൽ എഴുതി കാണിച്ചതാണ് ഈ ഓരോ എക്സ്പ്രഷൻസിൻ്റെയും അർത്ഥം എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. അപ്പോൾ അഡീഷണൽ അസൈൻമെൻറ്റ്, സബ്ട്രാക്ഷൻ അസൈൻമെൻറ്റ്, മൾട്ടിപ്ലിക്കേഷൻ അസൈൻമെൻറ്റ്, ഡിവിഷൻ അസൈൻമെൻറ്റ്, മോഡുലസ് അസൈൻമെൻറ്റ്, ഇത്രയും എക്സ്പ്രഷൻസ് ആണ് ഈ അസൈൻമെൻറ്റ് എക്സ്പ്രഷൻസിനകത്ത് പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, ലെറ്റ് എക്സ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഒരു അസൈൻമെൻ്റ് ആണ്. എക്സ് എന്ന് പറയുന്ന വേരിയബിളിനകത്ത് 10 എന്ന് പറയുന്ന ഒരു വാല്യൂ എന്ത് ചെയ്തു, സ്റ്റോർ ചെയ്തു. എക്സ് പ്ലസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ എക്സിൻ്റെ വാല്യൂ 10 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, സോ 10 പ്ലസ് 5, സോ 15 എന്ന് എന്ത് ചെയ്യും, ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ 15 അല്ലേ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എക്സിൻ്റെ ആൻസർ എത്രയായി, 15 ആയി. ദെൻ എക്സ് ഇൻറ്റു ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 2, അതായത് ഈ 15 ആണ് എക്സിൻ്റെ വാല്യൂ, ഇവിടെ വന്നപ്പോൾ 15 ആണ് വാല്യൂ, അപ്പോൾ 15 ഇൻറ്റു 2 എന്ന് പറയുമ്പോഴത്തേക്ക് ആൻസർ 30 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ അസൈൻമെൻറ്റ് എക്സ്പ്രഷൻ എന്ത് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ആക്ച്വലി എന്താണ് ഈ എക്സ്പ്രഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഔട്ട്പുട്ടൊക്കെ കാണിച്ചിട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് യൂണറി എക്സ്പ്രഷൻ. യൂണറി ഓപ്പറേറ്റേഴ്സ് ആക്ട് ഓൺ എ സിംഗിൾ ഓപ്പറാൻഡ്. ഒരു ഓപ്പറാൻഡിനോടൊപ്പം മാത്രം ആക്ട് ചെയ്യുന്ന ഓപ്പറേറ്ററുകളെയാണ് നമ്മൾ യൂണറി ഓപ്പറേറ്റർ എന്ന് ചെയ്യുന്നത് പറയുന്നത്. യൂണറി പ്ലസ് കൺവേർട്ട്സ് എ വാല്യൂ ടു എ നമ്പർ. ഒരു വാല്യൂവിനെ നമ്പറായിട്ട് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. യൂണറി നെഗേഷൻ നെഗേറ്റ്സ് എ വാല്യൂ. ഇൻക്രിമെൻറ്റ് ഇൻക്രീസസ് എ വാല്യൂ ബൈ 1. ഡിക്രിമെൻറ്റ് ഡിക്രീസസ് എ വാല്യൂ ബൈ 1. ലോജിക്കൽ നോട്ട് ഇൻവേർട്സ് എ ബൂളിയൻ വാല്യൂ. ഇതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് എക്സാമ്പിളിൽ നമുക്ക് പഠിക്കാം. ലെറ്റ് നമ്പർ ഈക്വൽ ടു 5. ഇവിടെ ഒരു നമ്പർ എന്താണ്, 5 എന്ന് പറയുന്ന ഒരു നമ്പർ ഈ വേരിയബിളിനകത്ത് നമ്മൾ അസൈൻ ചെയ്തു. ലെറ്റ് പോസിറ്റീവ് നമ്പർ ഈക്വൽ ടു പ്ലസ് നമ്പർ. അപ്പോൾ ഈ നമ്പർ പ്ലസ് നം എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനാണ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, +5. +5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 തന്നെയാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ദെൻ ലെറ്റ് നെഗറ്റീവ് നമ്പർ ഈക്വൽ ടു മൈനസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5നോടൊപ്പം നമ്മൾ എന്ത് ചെയ്യും, മൈനസ് എന്ന് പറയുന്ന സിമ്പിൾ ഇട്ട് കൊടുക്കുക, അത് നെഗറ്റീവ് ചാർജഡായി. ദെൻ നം പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മിൻ്റെ വാല്യൂ എന്താണ്, 5 അല്ലേ, അതിൻ്റെ അർത്ഥം എന്താണ്, 5 പ്ലസ് പ്ലസ്. 5 പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 5 + 1 ആണ്. അതിനാണ് ഇൻക്രിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്താവും, 6 ആവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്, 6 ആണ്. നം മൈനസ് മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നം 5 അല്ലേ, 5 - 1 ആണ്. ഓക്കെ, അവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, 4 ആയിരിക്കും കേട്ടോ. നമ്പർ ഈസ് 4 കേട്ടോ. ഒരു വാല്യൂ എന്ത് ചെയ്യും, കുറയും.
ലെറ്റ് ഈസ് ഫോൾസ്, ഇവിടുത്തെ ബൂളിയൻ നമ്മുടെ ലോജിക്കൽ നോട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫോൾസ് ഒരു വാല്യൂ ഫോൾസ് ആയി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഒരു കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും അല്ലേ? ട്രൂ ആണെങ്കിൽ എന്തായിരിക്കും ആൻസർ? ഫോൾസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഫോൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ്? ഫോൾസ് ഈക്വൽ ടു ട്രൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ലോജിക്കൽ നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, നമുക്ക് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മുൻവർഷ പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന്. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് കോഡ്? ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളതാണ് ചോദ്യം. സ്ക്രിപ്റ്റ് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ബാർ ജാവാസ്ക്രിപ്റ്റ്. നമ്മളൊരു ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം എഴുതുമ്പോൾ നിർബന്ധമായിട്ടും സ്ക്രിപ്റ്റ് ടൈപ്പ് പറഞ്ഞു കൊടുക്കണം, എങ്കിൽ മാത്രമേ ബ്രൗസറിന് മനസ്സിലാവുകയുള്ളൂ നമ്മളവിടെ ഉപയോഗിക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമിനെ ബ്രൗസറിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ബ്രൗസറുമായിട്ട് കണക്ട് ചെയ്യുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോഡാണ് ടെക്സ്റ്റ് ബാർ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇതുപോലെ തന്നെ VB സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഏത് സ്ക്രിപ്റ്റാണ് എഴുതുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സ്ക്രിപ്റ്റ് ടൈപ്പ് എന്ന് പറയുന്ന ആ ഒരു ആട്രിബ്യൂട്ടിനകത്ത് എഴുതി കൊടുത്തിരിക്കണം കേട്ടോ. ഈ സ്ക്രിപ്റ്റ് ഇപ്പം ഒരു സ്ക്രിപ്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോഡാണ് സ്ക്രിപ്റ്റ് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ബാർ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ എ എന്ന് പറയുന്ന അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. എ ഈക്വൽ ടു 10+5 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഓട്ടോമാറ്റിക്കലി ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. നമ്മളവിടെ വാർ ലെറ്റ് എന്ന് പറയുന്ന കീവേഡ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ദെൻ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എ എന്നും പറഞ്ഞിട്ടുണ്ട്. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്കകത്ത് വരാൻ പോകുന്ന റിസൾട്ട് എന്ത് ചെയ്യണം? എനിക്ക് ഒരു ഔട്ട്പുട്ട് സ്ക്രീനിൽ ഒരു ഔട്ട്പുട്ട് ഏരിയയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കാണാനായിട്ട് സാധിക്കണം. അപ്പോൾ ഔട്ട്പുട്ട് കാണിച്ചു തരുവാനായിട്ട് ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സിയിൽ പ്രിൻ്റ് എഫ്, C++ൽ സി ഔട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതിന് ഓൾട്ടർനേറ്റീവായിട്ട് ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഫംഗ്ഷനാണ് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റ് ടാഗ് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 105, ഓപ്ഷൻ ബി 15, ഓപ്ഷൻ സി കമ്പൈലേഷൻ എറർ, ഓപ്ഷൻ ഡി ഫൺ ടൈം എറർ. എന്തായിരിക്കും എൻ്റെ ഔട്ട്പുട്ട്? അപ്പോൾ നമുക്കിനി ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കണം. എ ഈക്വൽ ടു 10+ കോഡ്സിനകത്ത് 5. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, കോഡ്സിനകത്ത് 5 വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാം അതിനെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിനെ സ്ട്രിങ് ആയിട്ടായിരിക്കും പ്രോഗ്രാം ട്രീറ്റ് ചെയ്യുന്നത്. എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നു? സ്ട്രിങ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അത് ഡബിൾ കോഡ്സിനകത്ത് ആയിക്കൊള്ളട്ടെ, സിംഗിൾ കോഡ്സിനകത്തായിക്കൊള്ളട്ടെ, ബാക്ക് ടിക്കിനകത്ത് ആയിക്കൊള്ളട്ടെ, അതൊരു സ്ട്രിങ് ആണ്. സോ ചിലരൊക്കെ ആൻസർ തെറ്റിച്ച് 15 എന്ന് എഴുതി വയ്ക്കും. 15 എന്ന് നമുക്ക് കിട്ടില്ല. നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് 105, 105 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ 105 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ സംഭവിക്കുന്നത് കോൺകാറ്റിനേഷൻ ആണ്. എന്താണ്? കോൺകാറ്റിനേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? സംഭവിക്കുന്നത്. കാരണം ഇവിടെ ഡബിൾ കോഡ്സിനകത്താണ് ഈ 5 എന്ന് പറയുന്ന വാല്യൂ കിടക്കുന്നത്. സോ എന്താണ്? അവിടെ കോൺകാറ്റിനേഷനെ സംഭവിക്കുകയുള്ളൂ. അവിടെ ഒരു അഡീഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നടക്കില്ല. ഇപ്പോൾ 10+5 എന്നാണ് വന്നിരുന്നെങ്കിൽ അവിടെ അഡീഷൻ നടന്ന് ഈ 15 റിസൾട്ടിൽ വന്നേനെ. പക്ഷേ അവിടെ സ്ട്രിങ് ആയതുകൊണ്ട് 5നെ സ്ട്രിങ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നതുകൊണ്ട് സ്ട്രിങ് കോൺകാറ്റിനേഷൻ സംഭവിച്ചു. അവിടെ 10 അല്ലെങ്കിൽ 105 എന്ന് പറയുന്ന ആൻസർ വന്നു. സ്ട്രിങ് കോൺകാറ്റിനേഷനും നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അഡീഷനും യൂസ് ചെയ്യാറുണ്ട്, കോൺകാറ്റിനേഷനും യൂസ് ചെയ്യാറുണ്ട്. കോൺകാറ്റിനേഷൻ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഡിക്ലെയർ ചെയ്യുന്ന വാല്യൂസിനെ സ്ട്രിങ് ആയിട്ട് എന്ത് ചെയ്യണം? ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ വിച്ച് HTML എലമെൻറ്റ് ഈസ് യൂസ് ടു പുട്ട് ദ ജാവാസ്ക്രിപ്റ്റ് കോഡ്. ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡ് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ HTML പ്രോഗ്രാമിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതിനായിട്ട് യൂസ് ചെയ്യുന്ന HTML ടാഗ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? കഴിഞ്ഞ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾ ഇത് ആൻസർ എഴുതും. ഫിനാൻസ് അസിസ്റ്റൻ്റ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജാവാസ്ക്രിപ്റ്റിനെ കണക്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെയാണ് തന്നെ എഴുതുന്നത്. സ്ക്രിപ്റ്റ് ടൈപ്പ് ഈക്വൽ ടു കോഡ്സിനകത്ത് ടെക്സ്റ്റ് ബാർ ജാവാസ്ക്രിപ്റ്റ്, ടെക്സ്റ്റ് ബാർ ജാവാസ്ക്രിപ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ സ്ക്രിപ്റ്റ് ടാഗ് എന്ത് ചെയ്യും? ഇവിടെ ക്ലോസ് ചെയ്യും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പ്രോഗ്രാമിനകത്ത് ഇത് എഴുതുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് സിമ്പിൾ ഈസ് യൂസ്ഡ് ഫോർ ദ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിനകത്ത് ഒരു വാല്യൂവിനെ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ വാല്യൂവിനെ വേരിയബിളിനകത്ത് എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണം. അതിനായിട്ടാണ് നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏത് സിമ്പിളായിരിക്കും അസൈൻമെൻറ്റ് ഓപ്പറേറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുക? വേരിയബിൾ ഈക്വൽ ടു വാല്യൂ. സോ ഈക്വൽ ടു ആണ് കറക്റ്റായിട്ടുള്ള അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്.
ഈ ഏറ്റവും മുകളിൽ കാണുന്ന ഇതെന്താണ്? ഇത് വന്നിട്ട് ഈക്വൽ ടു ആണ് അല്ലേ, ഈക്വൽ ടു ആണ്. ഇത് സ്ട്രിക്റ്റ് ഈക്വൽ ടു ആണ്, സ്ട്രിക്റ്റ് ഈക്വൽ ടു ആണ്, സ്ട്രിക്ട്ലി ഈക്വൽ ടു ആണ്. ഇതെന്താണ്? ഇത് വന്നിട്ട് തെറ്റായിട്ടുള്ളൊരു സംഗതിയാണ് കേട്ടോ. ഇത് നമുക്കിങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ എന്ന് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇത് വാലിഡ് ആയിട്ടുള്ള സംഗതിയല്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വാലിഡ് ജാവാസ്ക്രിപ്റ്റ് നെയിം? വാലിഡ് ജാവാസ്ക്രിപ്റ്റ് വേരിയബിൾ നെയിം, അതായത് വാലിഡ് ആയിട്ടുള്ള ഒരു ജാവാസ്ക്രിപ്റ്റ് വേരിയബിൾ നെയിം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഒരു ജാവാസ്ക്രിപ്റ്റ് വേരിയബിളിന് വേണ്ടിയിട്ട് ഐഡൻറ്റിഫയർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് റൂൾസ് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ആ റൂൾസ് വെച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ വാലിഡ് ആയിട്ടുള്ള ഒരു ജാവാസ്ക്രിപ്റ്റ് വേരിയബിൾ നെയിം എന്താണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓപ്ഷൻ എ ടു നെയിം. ഒരു കാരണവശാലും എന്ത് വരില്ല, ഒരു നമ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ വേരിയബിൾ നെയിം എഴുതില്ല, ഇത് തെറ്റാണ്. ദെൻ ഒരു കാരണം വെച്ചാലും സ്പെഷ്യൽ ക്യാരക്ടർ നമ്മൾ എന്ത് ചെയ്യില്ല, ഉപയോഗിക്കില്ല. ഒരു കാരണവശാലും സ്പെഷ്യൽ ക്യാരക്ടർ ഉപയോഗിക്കാത്തത് രണ്ടും തെറ്റാണ്. സോ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. കാരണം ഡോളർ സിമ്പിൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു വേരിയബിൾ നെയിം എഴുതി തുടങ്ങുവാനും യൂസ് ചെയ്യും, അല്ലെങ്കിൽ വേരിയബിൾ നെയിം കൊടുക്കാനും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കീവേഡ് ഈസ് യൂസ് ടു ഡിക്ലെയർ എ കോൺസ്റ്റന്റ് വേരിയബിൾ ഇൻ എ ജാവാസ്ക്രിപ്റ്റ്? ജാവാസ്ക്രിപ്റ്റിനകത്ത് കോൺസ്റ്റന്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ഏതാണ്? എ ബി സി ഡിയിൽ ഏതാണ്? വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. കോൺസ്റ്റന്റ് കീവേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കോൺസ്റ്റന്റ് കീവേഡ് ഉപയോഗിച്ചിട്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിളിനകത്തുള്ള വാല്യൂ നമുക്ക് ഒരിക്കലും മാറ്റേണ്ട ആവശ്യമില്ല. പെർമനന്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്തോളും, അത് പ്രോഗ്രാമിനകത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് കോഡ്? ഈ താഴെ തന്നിരിക്കുന്ന ഫോളോയിങ് കോഡിന്റെ ഔട്ട്പുട്ട് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഈ കോഡ് നന്നായിട്ട് വായിച്ചിട്ട് എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് എഴുതുക കേട്ടോ. ഇവിടെ കൺസോൾ ഡോട്ട് ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് സ്ക്രീനിൽ എന്ത് ചെയ്യണം, ഈ ഇസഡിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യണം, പ്രിൻറ്റ് ചെയ്യണം. ഈ ഇസഡ് ഈ ഒരു ലെറ്റ് ഇസഡ് എന്ന് പറയുന്ന ആ ഒരു റിസൾട്ട് എന്ത് ചെയ്യണം, ഇസഡിനകത്ത് വരുന്ന റിസൾട്ട് പ്രിൻറ്റ് ചെയ്യണം. അതിനാണ് കൺസോൾ ഡോട്ട് ലോഗ് കൊടുക്കുന്നത് കേട്ടോ. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്, കൺസോൾ ഡോട്ട് ലോഗ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 5. എക്സ് എന്ന് പറയുന്ന വേരിയബിളിനകത്തുള്ള വാല്യൂ 5 ആണ്. വൈ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് 10 ആണ്. ഇസഡിനകത്ത് എന്താണ്, എക്സ് പ്ലസ് വൈ, അതായത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ആ വാല്യൂ എന്ത് ചെയ്യണം, ഇസഡിനകത്ത് സ്റ്റോർ ചെയ്യണം. സോ ഇസഡ് ഈക്വൽ ടു എക്സ് എന്താണ്, 5 ആണ്. വൈ എന്ന് പറയുന്നത് എന്താണ്, 10 ആണ്. സോ ഇസഡിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, 15 ആണ് കേട്ടോ. സോ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ 15 ആണ്. അപ്പോൾ ഈ ഇസഡ് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് സ്ക്രീനിൽ, നമ്മുടെ ബ്രൗസർ സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്യും. 15 എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്യും, നമുക്ക് കൺസോളിനകത്ത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇപ്പം ഒരുപക്ഷെ ഇവിടെ എങ്ങാനും ഇത് പറയണം സ്ട്രിങ് ആയിട്ട് വല്ലതും വന്നിരുന്നെങ്കിൽ 5, 10 ഒക്കെ ആയ തന്നെ കേട്ടോ. പിന്നെ ഇവിടെ ഇപ്പോൾ ഇൻറ്റു ആണ് വന്നിരുന്നത് എന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്, 50 ആയ തന്നെ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വാലിഡ് ജാവാസ്ക്രിപ്റ്റ് ഐഡന്റിഫയർ? ഇതിനകത്ത് ജാവാസ്ക്രിപ്റ്റ് ഐഡന്റിഫയർ അല്ലാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. വാലിഡ് ആയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റ് ഐഡന്റിഫയർ അല്ലാത്തത് മൈ വേരിയബിൾ, ഇത് കറക്റ്റാണ്. അണ്ടർസ്കോർ മൈ വേരിയബിൾ, ഇതും കറക്റ്റാണ്. പിന്നെ 1, 2, 3 ഇത് കറക്റ്റ് അല്ല. സോ ഇതും കറക്റ്റാണ്. സോ കറക്റ്റ് ആൻസർ ഒന്ന് ഓപ്ഷൻ സി ആണ്. കാരണം 1, 2, 3 മൈ വേരിയബിൾ, ഒരു കാരണവശാലും ഒരു വേരിയബിളിൻ്റെ പേര് ഡിജിറ്റിൽ തുടങ്ങില്ല. ആ ഒരു റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ജാവാസ്ക്രിപ്റ്റ് വിച്ച് ടൈപ്പ് ഓഫ് വേരിയബിൾസ് ക്യാൻ ഹാവ് ദെയർ വാല്യൂ ചേഞ്ച്ഡ് ആഫ്റ്റർ ഡിക്ലറേഷൻ? അതായത് ജാവാസ്ക്രിപ്റ്റിൽ ഒരു വാല്യൂ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നമുക്ക് ഏത് ടൈപ്പ് ഓഫ് വേരിയബിളിലാണ് വാല്യൂസിനെ നമുക്ക് വീണ്ടും വീണ്ടും മാറ്റാൻ സാധിക്കുക എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. നമുക്ക് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. അത് ഏത് വേരിയബിൾ ആണെന്നുള്ളതാണ് ചോദ്യം. കോൺസ്റ്റൻ്റ് എന്തായാലും നമുക്കത് ചെയ്യാൻ സാധിക്കില്ല അല്ലേ, നമുക്കറിയാം. അപ്പോൾ എ കോൺസ്റ്റ്, ബി ലെറ്റ്, സി സ്റ്റാറ്റിക്, ഡി റീഡ് ഓൺലി. കറക്റ്റ് ആൻസർ എന്താണ്, ലെറ്റ് ആണ്. അപ്പോൾ ലെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 10. ഈ എക്സിനകത്ത് കിടക്കുന്ന വാല്യൂ നമുക്ക് എന്താണ്, ഒരു ബ്ലോക്ക് ഓഫ് കോഡിനകത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. മറിച്ച് കോൺസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ലെറ്റ് അതേപോലെ തന്നെ വാറ് ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഡിക്ലെയർ ചെയ്തതിന് ശേഷം റൺ ടൈമിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. വിച്ച് കീവേഡ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ഈസ് യൂസ് ടു ഡിക്ലെയർ എ ബ്ലോക്ക് സ്കോപ്ഡ് വേരിയബിൾ? ഒരു ബ്ലോക്കിനകത്ത് മാത്രം ഉപയോഗിക്കുവാൻ കഴിയുന്ന വാല്യൂസ് ഡിക്ലെയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വേരിയബിൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ വാർ, ഓപ്ഷൻ ബി കോൺസ്റ്റ്, ഓപ്ഷൻ സി ലെറ്റ്, ഓപ്ഷൻ ഡി സ്റ്റാറ്റിക്. നമ്മൾ ഓൾറെഡി അത് പഠിച്ചു വെച്ചിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ഏതാ, ഓപ്ഷൻ സി ആണല്ലേ, ലെറ്റ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ലെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ നം ആഫ്റ്റർ ദ ഫോളോയിങ് കോഡ് എക്സിക്യൂട്ട്? ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ നം എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം.
ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ലെറ്റ് നം ഈക്വൽ ടു 10. ഇവിടെ ഒരു ബ്ലോക്ക് സ്കോപ്പ്, ഒരു ബ്ലോക്കിനകത്ത് മാത്രമായിട്ട് നം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഒരു ബ്ലോക്കിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ലെറ്റ് എന്ന് പറയുന്ന കീവേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നം പ്ലസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നം ഈക്വൽ ടു നം എന്ന് പറഞ്ഞാൽ നമ്പറാണ് കേട്ടോ. നം പ്ലസ് 5 എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. നം ഈക്വൽ ടു നം പ്ലസ് 5. സോ നം, ഇവിടെ നമ്മിൻ്റെ വാല്യൂ എന്താണ്? നം എന്ന് പറയുന്ന വേരിയബിൾ വാല്യൂ 10 അല്ലേ? ഈക്വൽ ടു 10 പ്ലസ് 5. സോ ആൻസർ എത്രയാ? 15. ഓപ്ഷനിൽ 15 ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി 15 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഇത്തരത്തിലുള്ള ചോദ്യമൊക്കെ രസകരമാണ്, നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഇതിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല, പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റും. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള കോഡുകളൊന്നും അല്ല. ആ ഒരു ലോജിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നം പ്ലസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒരു അസൈൻമെൻറ്റ് എക്സ്പ്രഷനാണ് അല്ലേ? അസൈൻമെൻറ്റ് അർത്ഥമെറ്റിക് എക്സ്പ്രഷനാണ്. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻ ഈസ് ദ ഫോളോയിങ് കോഡ്? ഈ പറഞ്ഞിരിക്കുന്ന ഫോളോയിങ് കോഡ് എന്ത് തരത്തിലുള്ള എക്സ്പ്രഷൻ ആണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ലോജിക്കൽ എക്സ്പ്രഷൻ, ഓപ്ഷൻ ബി അർത്ഥമെറ്റിക് എക്സ്പ്രഷൻ, ഓപ്ഷൻ സി കമ്പാരിസൺ എക്സ്പ്രഷൻ, ഓപ്ഷൻ ഡി കണ്ടീഷൻ എക്സ്പ്രഷൻ. നമുക്കിവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കും കോളനും കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക അതെന്താണത്? കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ്. കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ് അല്ലേ? ഇവിടെ വയസ്സ് 18 വയസ്സിന് മുകളിലാണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ട് എന്താണ്? അഡൾട്ട്, അല്ലെങ്കിൽ കോളം കഴിഞ്ഞിട്ട് മൈനർ. അപ്പോൾ ഇവിടെ 18 ആയതുകൊണ്ട് എന്ത് തന്നെയായിരിക്കും? ആൻസർ അഡൾട്ട് എന്നേ കിട്ടുകയുള്ളൂ. മറിച്ച് ഇവിടെ 16 വന്നിരുന്നെങ്കിൽ മൈനർ എന്ന ആൻസർ കിട്ടിയേനെ കേട്ടോ. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനുമായിട്ടുള്ള ട്രൂ ആയിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കും ഇവിടെ കിടക്കുന്നത്. ഇവിടെ കിടക്കുന്നത് എന്താണ്? ഫാൾസ് ആയിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ കറക്റ്റ് ആൻസർ കണ്ടീഷണൽ എക്സ്പ്രഷൻ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് ജാവാസ്ക്രിപ്റ്റ് വേരിയബിൾസ്? ജാവാസ്ക്രിപ്റ്റ് വേരിയബിളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് വേരിയബിൾ എന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ? ഓപ്ഷൻ എ, ജാവാസ്ക്രിപ്റ്റ് വേരിയബിൾസ് മസ്റ്റ് ബി ഡിക്ലെയർഡ് വിത്ത് എ ടൈപ്പ്. അതിൻ്റെ ഒരു ടൈപ്പ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി, ജാവാസ്ക്രിപ്റ്റ് വേരിയബിൾസ് കനോട്ട് ബി റീഅസൈൻഡ്. ഓപ്ഷൻ സി, ജാവാസ്ക്രിപ്റ്റ് വേരിയബിൾസ് ആർ കേസ് സെൻസിറ്റീവ്. ഓപ്ഷൻ ഡി, ജാവാസ്ക്രിപ്റ്റ് വേരിയബിൾസ് കനോട്ട് സ്റ്റോർ ബൂളിയൻ വാല്യൂസ്. ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി ആണ്. ജാവാസ്ക്രിപ്റ്റ് വേരിയബിൾസ് ആർ കേസ് സെൻസിറ്റീവ്. അതായത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എയും എ ഈക്വൽ ടു 2ഉം അതേപോലെ തന്നെ ഇവിടെ എയും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. കാരണം എന്താണ്? കേസ് സെൻസിറ്റീവ് ആണ്. ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ മിക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കില്ല. സോ ഇതാണ് കറക്റ്റ്. ബാക്കിയൊക്കെ തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് കേട്ടോ. അടുത്ത ചോദ്യം, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് കോഡ്? ഈ ഒരു കോഡിൻ്റെ ഔട്ട്പുട്ട് എന്താണ് എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത് കേട്ടോ. ജാവാസ്ക്രിപ്റ്റ് കോൺസ്റ്റ് എ, ഒരു കോൺസ്റ്റൻറ്റ് എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എ 10, ദെൻ എ ഈക്വൽ ടു 20. എന്നിട്ട് ഈ എ പ്രിൻ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും എൻ്റെ ആൻസർ? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി അൺഡിഫൈൻഡ്, ഓപ്ഷൻ ഡി എറർ. ഇവിടെ ഒരു പ്രശ്നമുണ്ട് കോഡിന്. എന്താണ്? കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് എ 10 ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഈ 10 എന്ന് പറയുന്ന വാല്യൂ ഒരിക്കലും ചേഞ്ച് ആവാൻ പാടില്ല, കാരണം കോൺസ്റ്റൻ്റ് ആണത് കേട്ടോ. സോ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എറർ ആയിരിക്കും. ഇവിടെ കോൺസ്റ്റൻറ്റ് എ ഈക്വൽ ടു 10 ഡിക്ലെയർ ചെയ്തിട്ട് അസൈൻ ചെയ്തിട്ട് തൊട്ട് താഴെ എ ഈക്വൽ ടു 20 എന്ന് പറഞ്ഞിരിക്കുക, എന്നിട്ട് എ പ്രിൻ്റ് ചെയ്യാനും പറഞ്ഞിരിക്കുക. അപ്പം എന്തായിരിക്കും? പ്രോഗ്രാം എററാണ്. കാരണം അതിന് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ എ എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ആയില്ലേ? ഇവിടെ എ 20 ആണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, ഇവിടെയും 10 ആണ് ഡിക്ലെയർ ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ ആൻസർ എ വന്നേനെ, ഓപ്ഷൻ എ വന്നേനെ. സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ വന്നത് എന്താണ്? എററാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അർത്ഥമെറ്റിക് എക്സ്പ്രഷൻ ഇൻ ജാവാസ്ക്രിപ്റ്റ്? ഇവിടെ താഴെ തന്നിരിക്കുന്നവയിൽ ഒരു അർത്ഥമെറ്റിക് എക്സ്പ്രഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം അർത്ഥമെറ്റിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ അർത്ഥമെറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? അതിൽ അഡീഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ് പ്ലസ് എന്ന് പറയുന്നത്. ആ പ്ലസ് കാണുന്നത് എവിടെയാണ്? ഓപ്ഷൻ എയിലാണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. 2 ഓപ്പറാൻഡും ഒരു ഓപ്പറേറ്ററും, പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററും. ഇതൊക്കെ എന്താണ്? ഈ കാണുന്നത് കമ്പാരിഷൻ എക്സ്പ്രഷനാണ്. ഈ കാണുന്ന 2 എന്താണ്? ലോജിക്കൽ എക്സ്പ്രഷനാണ് കേട്ടോ. ഇവിടെ ഇത് ആൻഡും ഇത് ഓറും. ഇതെന്താണ്? സ്ട്രിക്ട്ലി ഈക്വൽ ടു കേട്ടോ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേരിയബിൾ ഡിക്ലറേഷൻ വിൽ ക്രിയേറ്റ് എ ഗ്ലോബൽ വേരിയബിൾ ഇൻ ജാവാസ്ക്രിപ്റ്റ്? ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിനകത്ത് വെച്ച് എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? വാല്യൂ അസൈൻ ചെയ്യാനായിട്ട് സാധിക്കണം, അല്ലെങ്കിൽ ആ ഒരു വേരിയബിളിനെ നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കണം. അപ്പോൾ
ഗ്ലോബലി നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്ന വേരിയബിൾ ഇതിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? എന്തായാലും ലെറ്റ് അല്ല. ലെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബ്ലോക്കിനകത്ത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വാല്യൂ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണെങ്കിൽ ഒരു ഒറ്റ തവണ ഓട്ടോമാറ്റിക്കലി ഒറ്റ തവണ മാത്രമേ നമുക്ക് പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കുവാനും സാധിക്കുകയുള്ളൂ. സോ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വേരിയബിൾ എക്സ്, അതായത് നമുക്ക് ഗ്ലോബലി എവിടെ വെച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓപ്ഷൻ ഡി അല്ല, ഇത് തെറ്റാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഒരു തവണ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഡി ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 5 ഓട്ടോമാറ്റിക്കലി ഡിക്ലെയർ ചെയ്ത് ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. കറക്റ്റ് ആൻസർ വന്നിട്ട് എന്താണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, വേരിയബിൾ എക്സ് ഈക്വൽ ടു 5. ഇതാണ് ഗ്ലോബലി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, ഉപയോഗിക്കുവാൻ സാധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കീവേഡ് ഷുഡ് ബി യൂസ്ഡ് ടു ഡിക്ലെയർ എ വേരിയബിൾ ദാറ്റ് ഷുഡ് നോട്ട് ബി റീഡിക്ലെയർഡ് ഇൻ ദ സെയിം സ്കോപ്പ്? ഒരു തവണ ഉപയോഗിച്ചാൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ കഴിയില്ല, റീഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം അത്തരം തരത്തിലുള്ള കീവേഡ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം എന്താണ്? ലെറ്റാണ്. കാരണം ഇതെന്താണ്, ഇത് ഒരു ഗ്ലോബലി സ്കോപ്പ്ഡ് അല്ല. ഇതെന്താണ്, ഒരു ബ്ലോക്ക് സ്കോപ്പാണ്. ഒരു ബ്ലോക്കിനകത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഉപയോഗിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. മാത്രമല്ല ആ ബ്ലോക്കിനകത്ത് എഗെയിൻ ഒരു തവണ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഈ ലെറ്റ് കീവേഡ് ഉപയോഗിച്ച് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കില്ല. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ വാലിഡ് വേ ടു ഇൻക്രിമെന്റ് വേരിയബിൾ എക്സ് ബൈ 1 ഇൻ ജാവാസ്ക്രിപ്റ്റ്? അതായത് എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്ത് കിടക്കുന്ന വാല്യൂ, ആ വാല്യൂവിനോടൊപ്പം ഒരു വാല്യൂ എന്ത് ചെയ്യണം, നമ്മൾ കൂട്ടണം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇൻക്രിമെന്റ് ചെയ്യണം. അതിനായിട്ടുള്ള ഒരു കറക്റ്റ് വേ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. നോക്കിക്കേ, എക്സ് പ്ലസ് ഈക്വൽ ടു 1 ആണോ, എക്സ് പ്ലസ് പ്ലസ് ആണോ, പ്ലസ് പ്ലസ് എക്സ് ആണോ, അതായത് ഓൾ ഓഫ് ദ എബവ് ആണോ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബവ് ആണ് കേട്ടോ. ഈ മുകളിൽ കിടക്കുന്ന എല്ലാ സംഗതികളും ഉപയോഗിച്ചും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, എക്സിൻ്റെ വാല്യൂ കൂട്ടാനായിട്ട് സാധിക്കും. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 ആണ് എന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. അപ്പോഴും എൻ്റെ ആൻസർ എന്തായിരിക്കും, 2 + 1 = 3. അതുപോലെ അടുത്തത് നോക്കിക്കേ, എക്സ് പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 1, അതായത് 2 + 1, അതിൻ്റെ ആൻസർ എന്താണ്, 3. പ്ലസ് പ്ലസ് 1 എക്സ് പ്ലസ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + x എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് 1 + 2 = 3. ഇവിടെ ഈ 2 എവിടെ നിന്നാണ് കിട്ടിയത്, എക്സിനകത്ത് അസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂ എന്താണ്, 2 ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. സോ ഈ 3 എക്സ്പ്രഷൻസ് ഉപയോഗിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്ത് കിടക്കുന്ന വാല്യൂവിനെ ഒരു സംഖ്യ എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാനായിട്ട് പറ്റും എന്നെന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും നിങ്ങൾക്ക് ചോദിക്കുന്നത് കേട്ടോ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കീവേഡ്സ് ഈസ് യൂസ് ടു ഡിക്ലെയർ എ വേരിയബിൾ വിത്ത് ബ്ലോക്ക് സ്കോപ്പ്? ഒരു ബ്ലോക്കിനകത്ത് മാത്രം നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്ന വേരിയബിൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ ഡി ആണ്. ബിയും സിയും കേട്ടോ, ബിയും സിയും ആണ് കേട്ടോ. നമുക്ക് ബ്ലോക്കിനകത്ത് മാത്രമേ, ഒരു കോൺസ്റ്റൻ്റ് ആയാലും ശരി, അതുപോലെ തന്നെ എന്താണ് അല്ലാത്ത വാല്യൂസ് ആയാലും നമുക്കൊരു ബ്ലോക്കിനകത്ത് മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്നത് കോൺസ്റ്റും ലെറ്റുമാണ്. വിച്ച് ഓപ്പറേറ്റർ ഈസ് യൂസ് ടു കമ്പയർ ബോത്ത് വാല്യൂ ആൻഡ് ടൈപ്പ് ഇൻ ജാവാസ്ക്രിപ്റ്റ്? അപ്പോൾ ജാവാസ്ക്രിപ്റ്റിനകത്ത് വാല്യൂവും ടൈപ്പും ഒക്കെ കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? എ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു, ഇതെന്താ ഈക്വൽ ടു, ഇത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഇതെന്താണ് സ്ട്രിക്റ്റ്ലി ഈക്വൽ ടു. ഞാൻ പെട്ടെന്ന് എഴുതുകയാണ്, അതുകൊണ്ടാണ് ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെ ഇരിക്കുന്നത്, നിങ്ങൾ ജസ്റ്റ് കേൾക്കുക. ഇതെന്താ നോട്ട് ഈക്വൽ ടു. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ആക്ച്വലി ഫാസ്റ്റായിട്ടും പോകുന്നത്. കറക്റ്റ് എന്താണ്, കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. അതായത് ഒരു ബോത്ത് വാല്യൂസിനെയും അതിൻ്റെ ടൈപ്പിനെയും കമ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എന്താണ്, സ്ട്രിക്ട്ലി ഈക്വൽ ടു ഓപ്പറേറ്റർ ആണ്. സ്ട്രിക്ട്ലി ഈക്വൽ ടു ഓപ്പറേറ്റർ ഇതൊക്കെല്ലാം എന്താണ്, കമ്പാരിഷൻ ഓപ്പറേറ്റേഴ്സ് ആണ്. എന്താണ്, കമ്പാരിഷൻ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. കമ്പാരിഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ് കേട്ടോ. അടുത്ത ചോദ്യം, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് യു ഡിക്ലെയർ എ വേരിയബിൾ വിത്ത് ദ സെയിം നെയിം ആസ് പ്രീവിയസ്ലി ഡിക്ലെയർഡ് വേരിയബിൾ യൂസിങ് ലെറ്റ്? അതായത് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, നമ്മൾ ലെറ്റ് ഉപയോഗിച്ചിട്ട് ഓൾറെഡി ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എഗെയിൻ നമ്മൾ ആ സെയിം നെയിമിൽ തന്നെ പുതിയൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്. എന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. ദ ന്യൂ വേരിയബിൾ വിൽ ഓവർ റൈറ്റ് ദ പ്രീവിയസ് വൺ. ആൻ എറർ വിൽ ബി ത്രോൺ. ദ ന്യൂ വേരിയബിൾ വിൽ കോഎക്സിസ്റ്റ് വിത്ത് ദ ഓൾഡ് വൺ. ദ കോഡ് വിൽ എക്സിക്യൂട്ട് ബട്ട് ദ ഓൾഡ് വേരിയബിൾ വിൽ ബി ഇഗ്നോർഡ്. എന്തായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, എറർ വിൽ ബി ത്രോൺ.
അതായത് ഒരു സെയിം നെയിമിൽ നമ്മൾ ഒന്നിലധികം വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എറർ സംഭവിക്കാം. വേരിയബിൾ നെയിം എപ്പോഴും യുണീക്ക് ആയിരിക്കണം എന്ന് നമ്മൾ റൂൾ എന്ത് ചെയ്തു പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തിയറി ആലോചിച്ചാൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ കൃത്യമായിട്ട് എന്ത് ചെയ്യും കിട്ടും. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ യൂണറി ഓപ്പറേറ്റർ ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിൽ യൂണറി ഓപ്പറേറ്ററിൻ്റെ എക്സാമ്പിൾ എന്താണ്? യൂണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒറ്റ ഓപ്പറാൻഡിനോടൊപ്പം മാത്രം യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററുകളെയാണ് യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. എ പ്ലസ് ബി പ്ലസ് പ്ലസ് സി ആൻഡ് ഓപ്പറേറ്റർ, ഡി വന്നിട്ട് ഈക്വൽ ടു ഓപ്പറേറ്റർ. കറക്റ്റ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി ആണ്, പ്ലസ് പ്ലസ് ആണ് കേട്ടോ, പ്ലസ് പ്ലസ് ആണ്. ഇപ്പോൾ നമ്മൾ പറയാറില്ലേ എക്സ് പ്ലസ് പ്ലസ്, എക്സ് ഈക്വൽ ടു 2, എക്സ് പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു എക്സ് എന്താണ് 2 + 1 ഈക്വൽ ടു 3 എന്നാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. വാട്ട് വിൽ ബി ദ റിസൾട്ട് ഓഫ് ദ ഫോളോയിങ് കോഡ്? ഈ താഴെ കാണുന്ന കോഡിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. ലെറ്റ് നമ്പർ, നമ്മളൊരു നമ്പർ സ്ട്രിങ് ആയിട്ടൊരു നമ്പറിനെ എന്ത് ചെയ്തിട്ടുണ്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ലെറ്റ് റിസൾട്ട് ഈക്വൽ ടു പ്ലസ് നമ്പർ console.log റിസൾട്ട്. അപ്പോൾ ഈ റിസൾട്ടിനകത്ത് ഈ പ്ലസ് നമ്പർ എന്ന് എഴുതി കഴിഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ കോഡ്സിനകത്ത് 5, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി നാൻ, ഓപ്ഷൻ ഡി അൺഡിഫൈൻഡ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഈ 5 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത് വരുന്നത്. പ്ലസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 തന്നെയാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, which keyword is used in JavaScript to declare a variable that should not change after its initial assignment? നമ്മളൊരു വാല്യൂ ഒരു വേരിയബിളിനകത്ത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, തുടക്കത്തിൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിനകത്ത് നടക്കുന്ന വാല്യൂ എന്ത് ചെയ്യാൻ പാടില്ല, മാറാൻ പാടുള്ളതല്ല. അതിനായിട്ട് യൂസ് ചെയ്യുന്ന കീവേഡ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ വാർ, ഓപ്ഷൻ ബി കോൺസ്റ്റ്, ഓപ്ഷൻ സി ലെറ്റ്, ഓപ്ഷൻ ഡി സ്റ്റാറ്റിക്. നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, കോൺസ്റ്റന്റ് ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ equal to and strictly equal to in JavaScript? Option A, equal to checks for value equality, while strict equal to, ഈ ട്രിപ്പിൾ 3 ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ സ്ട്രിക്ട്ലി ഈക്വൽ ടു ചെക്സ് ഫോർ ബോത്ത് വാല്യൂ ആൻഡ് ടൈപ്പ് ഇക്വാലിറ്റി. ഓപ്ഷൻ ബി, ഈക്വൽ ടു ചെക്സ് ഫോർ ടൈപ്പ് ഇക്വാലിറ്റി വൈൽ സ്ട്രിക്ട്ലി ഈക്വൽ ടു ചെക്സ് ഫോർ വാല്യൂ ഇക്വാലിറ്റി. ഓപ്ഷൻ സി, ദർ ഈസ് നോ ഡിഫറൻസ്. ഓപ്ഷൻ ഡി, ഈക്വൽ ടു ചെക്സ് ഫോർ സ്ട്രിക്ട് ഇക്വാലിറ്റി വൈൽ ട്രിപ്പിൾ അല്ലെങ്കിൽ സ്ട്രിക്ട്ലി ഈക്വൽ ടു ചെക്സ് ഫോർ ലൂസ് ഇക്വാലിറ്റി. ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഈക്വൽ ടു ചെക്സ് ഫോർ വാല്യൂ ഇക്വാലിറ്റി വൈൽ സ്ട്രിക്ട്ലി ഈക്വൽ ടു ചെക്സ് ഫോർ ബോത്ത് വാല്യൂ ആൻഡ് ടൈപ്പ് ഇക്വാലിറ്റി കേട്ടോ. അപ്പോൾ ഈ തിയറി ഈ ക്വസ്റ്റ്യൻ വായിച്ചു വെക്കുക, ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുവാൻ സാധ്യതയുണ്ട് കേട്ടോ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വാലിഡ് വേരിയബിൾ ഡിക്ലറേഷൻ ജാവാസ്ക്രിപ്റ്റ്? ഈ തന്നിരിക്കുന്നവയിൽ വാലിഡ് അല്ലാത്ത ഒരു വേരിയബിൾ ഡിക്ലറേഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ ജസ്റ്റ് വേരിയബിൾ ഡിക്ലറേഷൻ അല്ലെങ്കിൽ വേരിയബിളിന് പേര് കൊടുക്കുന്ന ആ ഒരു റൂൾ മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. എന്തായിരിക്കും കറക്റ്റ് ആൻസർ പറഞ്ഞേ? ഇത് നന്നായിട്ട് ഞാൻ പറഞ്ഞെന്ന ടോപ്പിക്കാണ്. കറക്റ്റ് ആൻസർ വന്നിട്ട് ഇത് കറക്റ്റാണ്. $name ഈക്വൽ ടു ജോൺ കറക്റ്റ്, _name കറക്റ്റ്, ഫസ്റ്റ് നെയിം ഈക്വൽ ടു ജോൺ ഇത് കറക്റ്റ്. തെറ്റായിട്ടുള്ള പ്രസ്താവന ഇതാണ്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. കാരണം ഒരു ന്യൂമറിക് ഡിജിറ്റിൽ ഒരിക്കലും വേരിയബിൾ നെയിം തുടങ്ങാൻ പാടുള്ളതല്ല. അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദ ഫോളോയിങ് കോഡ് സ്നിപ്പറ്റ് ഡെമോൺസ്ട്രേറ്റ്? അപ്പോൾ ഈ ഫോളോയിങ് കോഡ് ഇതിൻ്റെ ആൻസർ എന്താണ് എന്നുള്ളതാണ്. ജാവാസ്ക്രിപ്റ്റ് ലെറ്റ് എ ഈക്വൽ ടു 10, ലെറ്റ് ബി ഈക്വൽ ടു a++, പ്രീ ഇൻക്രിമെൻറ്റ്, പോസ്റ്റ് ഇൻക്രിമെൻറ്റ്, പ്രീ ഡിക്രിമെൻറ്റ്, അസൈൻമെൻറ്റ്. എന്തായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ബി പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണ് കേട്ടോ, പോസ്റ്റ് ഇൻക്രിമെൻറ്റ്. എ ഈക്വൽ ടു 10, a++ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 + 1. സോ ബിക്കകത്തുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ 11 ആയിരിക്കും. ഇപ്പോൾ ഇതെന്താണ്? പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണ് കേട്ടോ, പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണ്. ഇനി ++a എന്നാണ് വന്നിരുന്നതെങ്കിൽ അതെന്തായി മാറിയേനെ? പ്രീ ഇൻക്രിമെൻ്റ് ആയി മാറിയേനെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ലോജിക്കൽ എക്സ്പ്രഷൻ ഇൻ ജാവാസ്ക്രിപ്റ്റ്? ജാവാസ്ക്രിപ്റ്റിൽ ലോജിക്കൽ എക്സ്പ്രഷൻ്റെ എക്സാമ്പിൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതെന്താണ്? അർത്തമെറ്റിക് എക്സ്പ്രഷൻ ആണ് അല്ലേ? ഇത് അർത്തമെറ്റിക് എക്സ്പ്രഷൻ ആണ്, അഡീഷൻ ആണ്. ഈ കാണുന്നത് എന്താണ്? കമ്പാരിഷൻ എക്സ്പ്രഷൻ ആണ്, കമ്പാരിഷൻ എക്സ്പ്രഷൻ ആണ്. ഈ കാണുന്നതും അർത്തമെറ്റിക് എക്സ്പ്രഷൻ ആണ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ലോജിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ആൻഡ് അല്ലേ? സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് ജാവാസ്ക്രിപ്റ്റ് കോഡ്? ഈ കാണുന്ന ജാവാസ്ക്രിപ്റ്റ് കോഡിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഒന്ന് ആലോചിച്ച് പറയണേ ആൻസർ. നമ്മൾ നേരത്തെ ചെയ്തതാണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ആണ് പറഞ്ഞിരിക്കുന്നത്. വൈ എന്ന് പറയുന്ന വേരിയബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? സ്ട്രിങ് ഓഫ് 5 ആണ്. നമുക്ക് ഔട്ട്പുട്ടിൽ വരേണ്ടത് എക്സ് ഈക്വൽ ടു 5 ആണ്. അതായത് 5 ഈക്വൽ ടു സ്ട്രിങ് ഓഫ് 5 ആണ് ഔട്ട്പുട്ടിൽ വരേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടത്.
ഇവിടെ എന്ത് സംഭവിക്കും? ഇത് സ്ട്രിങ് ഓഫ് 5ഉം ഇത് ഡിജിറ്റുമാണ്. ഇവിടെ ഈക്വൽ ടു ഓപ്പറേറ്റർ എന്ത് ചെയ്യും? ഈ സ്ട്രിങ് ഓഫ് 5നെ കൺവേർട്ട് ചെയ്ത് നോർമൽ 5 ആക്കി മാറ്റും. സോ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രൂ ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ഇത് കറക്റ്റാണ്. ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു വൈ എന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് 5 വൈക്ക് തുല്യമാണ്. കാരണം ഇവിടുത്തെ സ്ട്രിങ്ങിനെ എന്ത് ചെയ്യും? ഈക്വൽ ടു ഓപ്പറേറ്റർ കൺവേർട്ട് ചെയ്ത് എന്താക്കി മാറ്റുന്നു? ഡിജിറ്റാക്കി മാറ്റുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ 5ന് ഈക്വൽ ആയിരിക്കും വൈക്കകത്ത് വരുന്ന 5. സോ ട്രൂ ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് ശ്രദ്ധിച്ചു വയ്ക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് ദ കോൺസ്റ്റ് കീവേഡ് ഇൻ ജാവാസ്ക്രിപ്റ്റ്? കോൺസ്റ്റന്റ് കീവേഡുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന പറയുക. വേരിയബിൾസ് ഡിക്ലെയർഡ് ഇൻ കോൺസ്റ്റ് കനോട്ട് ബി റീഅസൈൻഡ്. പിന്നെ ഓപ്ഷൻ ബി വേരിയബിൾസ് ഡിക്ലെയർഡ് ഇൻ കോൺസ്റ്റ് ആർ ബ്ലോക്ക് സ്കോപ്ഡ്. സി വേരിയബിൾസ് ഡിക്ലെയർഡ് വിത്ത് കോൺസ്റ്റ് മസ്റ്റ് ബി ഇനിഷ്യലൈസ്ഡ് അറ്റ് ദ ടൈം ഓഫ് ഡിക്ലറേഷൻ. ഡി ഓൾ ഓഫ് ദ എബോവ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഓഫ് ദ എബോവ് ആണ്. ഈ പറഞ്ഞിരിക്കുന്നവയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് കേട്ടോ. അതൊക്കെ നന്നായിട്ട് വായിച്ചു വിടുക. Then which operator is used to invert a boolean value in JavaScript? ഇപ്പം ഒരു JavaScript ഒരു ബൂളിയൻ വാല്യൂ ഇൻവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ഓപ്പറേറ്റർ ആണ് എന്നുള്ള ചോദ്യം. ഓപ്ഷൻ എ ആൻഡ് സിമ്പിൾ ആണ്. ഓപ്ഷൻ ബി എക്സ്ക്ലമേഷൻ മാർക്ക്. ഓപ്ഷൻ സി ഓർ. ഓപ്ഷൻ ഡി ആൻഡ്. കറക്റ്റ് ആൻസർ എന്ന് എന്താണ്? ഓപ്ഷൻ ബി ആണ്. നോട്ട് ആണ് കേട്ടോ. ഇതാണ് നോട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു സിമ്പിളിനെ പറയുന്ന പേരാണ് ആംബർസാൻഡ് കേട്ടോ. ആംബർസാൻഡ് സിമ്പിൾ എന്നാണ് പറയുന്നത്. ഇത് രണ്ടെണ്ണം ചേർത്തിടുമ്പോൾ അത് എന്തായി മാറും? നോട്ട് ഓപ്പറേറ്ററായി മാറും. ലോജിക്കൽ ഓപ്പറേറ്റർ ആണ് അതൊക്കെ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫോൾട്ട് വാല്യൂ ഓഫ് എ വാരിയബിൾ ഡിക്ലെയർഡ് ഇൻ ലെറ്റ് ബട്ട് നോട്ട് അസൈൻഡ് എനി വാല്യൂ? അപ്പോൾ ഒരു വാല്യൂ അസൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലെറ്റ് കീവേഡ് ഉപയോഗിച്ച് വാരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കിടക്കുന്ന വാല്യൂ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി നൾ, ഓപ്ഷൻ സി അൺഡിഫൈൻഡ്, പിന്നെ ഓപ്ഷൻ ഡി ഒരു ഡബിൾ കോട്ട്സ്. കറക്റ്റ് ആൻസർ എന്താണ്? അൺഡിഫൈൻഡ് ആണ്. നമ്മൾ ലെറ്റ് എക്സ് എന്നും പറഞ്ഞിട്ട് എക്സിനകത്ത് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഡിക്ലെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അൺഡിഫൈൻഡ് എന്നാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫീച്ചർ ഓഫ് ദ വാർ കീവേഡ് ഇൻ ജാവാസ്ക്രിപ്റ്റ്? ഈ വാർ കീവേഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യം എന്താണ് എന്ന് പറയുക. ഇറ്റ് ഈസ് ബ്ലോക്ക് സ്കോപ്ഡ്. അത് എന്തല്ല? ബ്ലോക്ക് സ്കോപ്ഡ് ഒന്നും അല്ല. വാർ കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്ലോബലി സ്കോപ്ഡ് ആണ്. അപ്പം ഇത് തെറ്റാണ്. ഇറ്റ് ക്യാൻ ബി റീഡിക്ലെയർഡ് വിത്തിൻ ദ സെയിം ടൈപ്പ്. It must be initialized during declaration. It is used only within functions. So correct answer എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. It can be redeclared within the same scope. നമുക്ക് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രോഗ്രാമിനകത്ത് എവിടെ വെച്ച് വേണമെങ്കിലും റീഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത്, വാട്ട് വിൽ ബി ദ റിസൾട്ട് ഓഫ് ദ ഫോളോയിങ് കോഡ്? ജാവാസ്ക്രിപ്റ്റ് ലെറ്റ് എ ഈക്വൽ ടു 10, ലെറ്റ് ബി ഈക്വൽ ടു സ്ട്രിങ് ഓഫ് 10, console.log a ട്രിപ്പിൾ ഈക്വൽ ടു ബി. എന്തായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? അപ്പോൾ ഇവിടെ സ്ട്രിക്ട്ലി ഈക്വൽ ടു ആണ് കൊടുത്തിരിക്കുന്നത്. സോ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. ഇവിടെ 10 ഈക്വൽ ടു സ്ട്രിക്ട്ലി ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ ഇവിടെ ടൈപ്പ് മാത്രമല്ല, ഓക്കെ, ഇവിടെ ഈ വാല്യൂ മാത്രമല്ല ഇത് ചെക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ ടൈപ്പും കൂടി എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. അതിനെ ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്യത്തില്ല. സോ ആൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഫോൾസ് ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. 2 ഈക്വൽ ടു ആണോ 3 ഈക്വൽ ടു ആണോ ശ്രദ്ധിച്ച് വേണം എന്ത് ചെയ്യുക? എഴുതിയാനായിട്ട്, പരീക്ഷയ്ക്ക് എഴുതാനായിട്ട്. അടുത്ത ചോദ്യം, which of the following correctly describes a dynamically typed language like JavaScript? ജാവാസ്ക്രിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ശരിയായിട്ടുള്ള പ്രസ്താവന എഴുതുക. വേരിയബിൾസ് ടൈപ്സ് മസ്റ്റ് ബി ഡിക്ലെയർഡ് എക്സ്പ്ലിസിറ്റ്ലി. വേരിയബിൾസ് ടൈപ്സ് ആർ ചെക്ക്ഡ് അറ്റ് കമ്പൈൽ ടൈം. വേരിയബിൾ ടൈപ്സ് ആർ ഡിറ്റർമിൻഡ് അറ്റ് റൺ ടൈം. വേരിയബിൾ ടൈപ്സ് കനോട്ട് ബി ചേഞ്ച്ഡ് ആഫ്റ്റർ ഡിക്ലറേഷൻ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. വേരിയബിൾ ടൈപ്സ് ആർ ഡിറ്റർമിൻഡ് അറ്റ് റൺ ടൈം. അടുത്ത ചോദ്യം, which of the following statement is correct? JavaScript variables are case sensitive, meaning ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട് ആൻഡ് മൈ സ്മോൾ ലെറ്ററിൽ ആർ കൺസിഡർ ഡിഫറെൻറ്റ് വേരിയബിൾസ്. എ വേരിയബിൾസ് ഡിക്ലെയർഡ് വിത്ത് കോൺസ്റ്റ് കനോട്ട് ബി deassigned a new value after its initial assignment. Then variables declared with let are automatically hoisted to the top of the block scope. ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് 1ഉം 2ഉം ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ഇൻകറക്റ്റ്? JavaScript allows undeclared variables to be automatically declared when first used. രണ്ടാമത്തത്, the const keyword can be used to declare a variable whose values can be changed later. മൂന്നാമത്തത്, in JavaScript the strictly equal to operator checks for both a value and a type equality. ഇത് രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനയല്ലേ? ഇതല്ലേ തെറ്റായിട്ടുള്ളത് അല്ലേ? സോ ആൻസർ 1ഉം ഇൻകറക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. കോൺസ്റ്റ് കീവേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ പറയേണ്ടത്? വാല്യൂസിനെ വീണ്ടും ചേഞ്ച് ചെയ്യാമെന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. കോൺസ്റ്റ് കീവേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വാല്യൂ പ്രോഗ്രാമിനകത്ത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അടുത്ത ചോദ്യം,
Which of the following statements are correct? JavaScript variables cannot store undefined values. The increment operator is an example of a unary operator in JavaScript. The type of operation in JavaScript will return undefined for variable that has not been assigned a value. 4 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏതായിരിക്കും കറക്റ്റ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അതായത് 2ഉം 3ഉം ഇത് രണ്ടുമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്? നോക്കൂ, എ ഇവിടെ 1 2 3 നമുക്ക് പറയാമേ. 1 2 3. It is possible to redeclare a variable using var within the same scope without causing an error. 2. Using let allows the creation of variables that are scoped to the block in which they are declared. 3. In JavaScript, you can redeclare a global variable by omitting the var, let or const keyword. ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വാറ്, ലെറ്റ്, കോൺസ്റ്റ് ഈ കീവേഡുകൾ ഉപയോഗിച്ച് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, അതിൻ്റെ ഓപ്പറേഷൻ എന്താണ് എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഏത് ചോദ്യങ്ങൾ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ എഴുതാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ആർ കറക്റ്റ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ഓഫ് ദം, ഇവയെല്ലാം എന്ത് തന്നെയാണ്? കറക്റ്റ് തന്നെയാണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്? ഇൻ JavaScript you can declare variable using let, var or const. അത് ശരിയാണല്ലോ. Then JavaScript is a statically typed language, so the type of variable must be declared explicitly. അത് false ആണ്. JavaScript എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈനാമിക്കലി ടൈപ്പ്ഡ് ലാംഗ്വേജ് ആണല്ലേ. Then the type of operator in JavaScript returns the data type of variable. ഇതും ശരിയാണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ 1 and 3 ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ജാവാസ്ക്രിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വേരിയബിൾസ് എന്താണ്, വ്യത്യസ്ത എക്സ്പ്രഷൻസ് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു. കുറേ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും പഠിച്ചു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വേരിയബിൾസ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും. അതുപോലെ തന്നെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും. അത്യാവശ്യം കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കുകയും ചെയ്തു. സോ ഇത് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. മനസ്സിലാകാത്ത എന്തെങ്കിലും സംഗതികളുണ്ടെങ്കിൽ ചോദിക്കുക, സംശയം ചോദിക്കുക, അത് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.